ഇതൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ടോ. കുഞ്ഞു പിള്ളേരാണെങ്കിലും അത് കണ്ടോ വായിൽ വാരി കൊടുക്കുന്നുണ്ടോ. നമുക്കിടെ പുതിയ വിശേഷം എന്താണെന്ന് അറിയണ്ടേ. നമ്മുടെ ഓണസദ്യ ഒന്നും തീർന്നില്ല. കാനഡയിൽ ഓണാഘോഷങ്ങൾ കഴിഞ്ഞില്ല കേട്ടോ. നമ്മുടെ വീഡിയോ എന്നൊക്കെ ഞങ്ങളുടെ സ്പോർട്ടിംഗ് ക്ലബ്ബ് കേരളയുടെ ഓണാഘോഷമാണ്. അത് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ്, അല്ലാതെ ഒരുത്തരോ രണ്ടുപേരോ മാത്രമല്ല, എല്ലാവരും കൂടെ ചേർന്നാണ് എല്ലാ അറേഞ്ച്മെൻറ്റും. നമ്മുടെ കസാറകളെല്ലാം അടുക്കിയിടുന്നത് എല്ലാം ഇവിടുത്തെ പണികളെല്ലാം ഈസിയാണ്. നമ്മുടെ അവിടുത്തെ ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാം തള്ളിക്കൊണ്ട് പോകുന്നത് ഇങ്ങനെ സ്ട്രോളർ മാതിരിയുള്ള സംഭവമാണ്. നമ്മൾ അതിൽ നിന്നെല്ലാം എടുത്തിടുക, നീറ്റാക്കുക. നമ്മൾ താലപ്പൊലി വിളക്കും എല്ലാം റെഡിയാക്കി സംഭവം കിടിലനാക്കിയിട്ടുണ്ട് കേട്ടോ. എവിടെല്ലാം ആണെന്നറിയാം ഓണാഘോഷങ്ങൾ. അടുത്ത ആഴ്ച ഞങ്ങൾക്ക് ഒരു ഓണാഘോഷമുണ്ട്. കണ്ടോ സമയം സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ ആകാൻ പോന്നിട്ട് പോലും ഇനിയും തീർന്നിട്ടില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ പൂക്കളം ഇടുവാണ്. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ. പൂക്കളമെല്ലാം ഞങ്ങളെല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് ഞങ്ങളങ്ങോട്ട് ഇട്ട്, നാട്ടിലെത്തതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ഓണ സെലിബ്രേഷൻ കൂടുതലെന്ന്. ഇത് കണ്ടോ വിളക്കെല്ലാം ഞാൻ റെഡിയാക്കി കേട്ടോ. അതിനകത്ത് ഇടാനുള്ള തിരിയെല്ലാം ഉണ്ടാക്കി ഞാൻ തന്നെ. പിന്നെ ഇത് താലപ്പൊലി എടുക്കാൻ തട്ടെല്ലാം ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. അതെല്ലാം സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചു. ഒരു നിലവിളക്ക് നമുക്ക് സ്റ്റേജിൽ വെക്കാനും, ഒരു നിലവിളക്ക് പിന്നെ തിരുവാതിരയ്ക്കും, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചു. ചെറിയ രീതിയിലൊരു തിരുവാതിര ഉണ്ടായിരുന്നു. എല്ലാം പരിപാടിയെല്ലാം ഉഗ്രനായിരുന്നു. തിരുവാതിര കളിക്കുന്നവർ തന്നെ താലപ്പൊലിയുടെ തട്ടെടുക്കാൻ അങ്ങ് പറഞ്ഞു. കാര്യം അപ്പോൾ എല്ലാവരും ഒരുപോലെ നമ്മുടെ സെറ്റ് സാരിയൊക്കെ എടുത്ത് നല്ല കിടലിനായിട്ട് നിൽക്കുമായിരുന്നല്ലോ. അതുകൊണ്ട് ഞങ്ങളൊക്കെ തന്നെയാണ് അങ്ങ് നിന്നത്. അതിനൊന്നും പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാക്ടീസ് ഒന്നും ചെയ്തതല്ല കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സ്പോർട്ടിംഗ് ക്ലബിൻ്റെ ഓണാഘോഷ പരിപാടികൾ? അടുത്ത നമ്മുടെ സദ്യയാണ്. സദ്യ നല്ല ഉഗ്രനായിരുന്നു കേട്ടോ. നമുക്ക് ഒരു കുറ്റമൊന്നും അല്ല, ഒരു ടേസ്റ്റ് ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ലൊരു ഓണസദ്യയായിരുന്നു നമുക്ക്. അതുകൊണ്ട് എല്ലാവരും കൂടെ കഴിച്ച് തൃപ്തിയായിട്ട് ഓണം ആഘോഷിച്ച് പരിപാടികളൊക്കെ കണ്ട് വീട്ടിൽ വരുമ്പോൾ 5:30-6 മണി ഒന്നും പറയണ്ട. മക്കൾക്കൊക്കെ എന്നും ഓരോ പരിപാടികളാണ്. എല്ലാവരും നല്ല തൃപ്തിയായിട്ടിരുന്ന് കഴിക്കുന്നുണ്ടോ കണ്ടാ. ഞങ്ങളുടെ കൊച്ചുങ്ങൾ വാരി കൊടുക്കുന്നുണ്ട്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടെ വാരി കൊടുക്കുക, കഴിക്കുക. എല്ലാം ഇങ്ങനെ കറികളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. വെറും ചോറ് ഉപ്പേരിയൊക്കെ അവർ തിരിച്ചാണ്. നമുക്കിടെ ഇന്നത്തെ വിശേഷം. അടുത്ത വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം. ഇപ്പോൾ രാത്രി 10 മണിയെ ഞങ്ങൾ ഉറങ്ങാം.